എന്ത് പറ്റി മച്ചാ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില് അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അതിന് നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം, ഇല്ലെങ്കിൽ അകറ്റണം. അതിനൊരാൾ വിചാരിച്ചാലേ കഴിയൂ. ആര്? രാഹുൽ. അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം, ഇല്ലെങ്കിൽ ആക്കണം. അതെങ്ങനെ? ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ മച്ചാ. ഇവനെയൊക്കെ അയ്യോ, എന്താ ടിന്നു? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ. എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം, ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചെല്ലാത്തിനെയും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ. ലാളിച്ച വളത്തിന്റെ കുഴപ്പം നിനക്കറിയോ? അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങും. നീ കണ്ടോ? ഇതാർക്കാ? അർജുന്. എന്താ ബർത്ത്ഡേ വലുതാണോ? പിന്നെ ചുമ്മാ. നീയും അർജുനായിട്ട് എന്താ ബന്ധം? സൗഹൃദം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ എന്തൊക്കെയോ. എനിക്കറിയില്ലടി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു. നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പറയണം, പറയും. പക്ഷെ ഇപ്പൊ വേണ്ട. എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് പറയാം. ചാമ്പ്യനാകുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാ. ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല. ഇതെന്റെ മനസ്സാണ്. അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ്. ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങ് തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. ഹലോ, വെറുതെ പറഞ്ഞതല്ല, അധികം തന്നേക്കണം. അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ. ഗൗരി, താങ്ക്സ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. എനിക്കും അങ്ങനെ നിന്നാ. ബൈ. ബൈ. എടാ ചക്രവർത്തി, അവർ തമ്മിൽ ചേർന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെന്താ? അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈക്സ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചേട്ടന്റെ അനിയത്തിന്റെയും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം. ഓക്കേ? അല്ല, പ്രാക്ടീസ് കഴിഞ്ഞോ? നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നേ? പുതിയതെവിടാ? പുതിയതോ? എനിക്കിതേ ഉള്ളടാ. പോടാ, തമാശ പറയല്ലേ. ഗൗരി നിനക്കായിട്ടൊരു കിടിലൻ സ്പൈക്സ് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ. എനിക്കായിട്ടോ? അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി 5 പൈസ മുടക്കും. ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും. അത് ഞാൻ കുറപ്പാ. അല്ലടാ. പിന്നെ അല്ല, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കില്ലേ. ഇങ്ങനെ ഒരു പുന്നാര ചേട്ടനെ അനുസരിച്ച് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഗൗരിയോട് പറയണ്ട. നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ. വാടാ. ഗൗരി, അതെങ്കി താ. എന്ത് മോളെ ചുമക്കാളി ഇറക്കല്ലേ? താ. എന്ത്? നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാൻ അറിയും. നീ വാങ്ങിയ സ്പൈസിങ് താ. ഓ, അതാണോ? അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ.
എന്തു പറ്റി? ഞാൻ പോട്ടെ, പ്രാക്ടീസ് ചെയ്തു. നീ ഇതൊരു കുളിയൊന്നും കഴിച്ചില്ലേ? ഹേയ്, ഷൂ എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഷൂ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കുമെന്ന്. ആരാണപ്പാ ആ ഫ്രണ്ട്? ആ, അത് ഞാൻ ചോദിച്ചില്ല. ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ. ഐ എം സോറി, ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു. സോറിടാ. ഹേ, ഇറ്റ്സ് ഓക്കെ ടിനു. ഞാനിപ്പോ വരാം. എന്തുവാടാ ഒരു സ്പ്രിങ് ആക്ഷൻ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാതെ പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. ഓ, മസിലേക്ക് ഒന്ന് പെരുകെട്ട് ഉള്ള മസിൽ വെട്ടി. എന്താ മച്ചാ? എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനും ഗൗരിയും നമ്മൾ എങ്ങനെ അകറ്റുവന്ന്? അതിനുള്ള സമയമായടാ. എങ്ങനെ? ദാ മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്, മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതായത് മച്ചാടെ ഐറ്റത്തുനിന്ന് ഒഴിവാക്കിയെടുക്കാന്ന്. അതെങ്ങനെ? നീ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. ഒന്നുമില്ല, നീ വാ പോവാ. എന്താ എഴുതി വെച്ചിരിക്കാൻ നോക്കട്ടെ. എടാ, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായ 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ടോ? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്, പാടാ പോവാ. വന്നേ ചെല്ല്. മാറി. സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം. രാഹുൽ, ഞാൻ പറയുന്നേക്ക്. രാഹുൽ, ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്ത്? നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. അത് ഏട്ടാ, ഐ വാണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ. നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ This സ്വയം is none of your business. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ Shut your bloody mouth. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്ത് തെറ്റിയേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗളം ബംഗളയിലെ നാടകങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമമൊക്കെ മത്സരത്തിൽ കാണിക്കും. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും. തോറ്റാലോ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ ഇവൻ ചെയ്യണം. ഗൗരി വിഷമിക്കണ്ട, അവൻ്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. മച്ചേ സമ്മതിച്ചു മച്ചാ. മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവർ മത്സരിക്കും, രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ, അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും.
കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ഗെയിംസ് ടീമിലെ ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റനും ഒക്കെയാണ് ഗൗരി. ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറിക്കളഞ്ഞാലോ? ഇനി 10-12 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ സില്ലിയായ കാര്യങ്ങളുടെ മേൽ ഗൗരി വരാതിരുന്നാൽ കോളേജിനുണ്ടാവുന്ന നഷ്ടത്തെ പറ്റി തനിക്ക് അറിയാവുന്നതല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ വിളിച്ചോണ്ട് വരാം. രാഹുൽ വരണമെന്നില്ല. വേണ്ട സർ, ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത്. പക്ഷെ അവള് വരും. അവൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും. പപ്പ, എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. മോൾ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്കറിയാം. അർജുന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവനെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനതെങ്ങനെ പറയും? നിനക്കും അറിയാവുന്നതല്ലേ, രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ്. അവര് മത്സരിക്കട്ടെ, കഴിവുള്ള ആൾ ജയിക്കട്ടെ. പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിനല്ലേ. അതല്ലേ ശരിയായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? പപ്പ പറഞ്ഞത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. അർജുൻ, ഒരു ലെറ്റർ ഉണ്ട്. ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടൻ്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. മത്സരം അടുത്ത് വരികയല്ലേ. പ്രാക്ടീസിൻ്റെ തിരക്ക് കാരണം കത്ത് എഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഏട്ടാ, സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടൻ്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എൻ്റെ ഏട്ടൻ ചാമ്പ്യനാകും. ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും. എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഏട്ടന് മാത്രം. മീറ്ററിൽ അർജുനെ തോൽപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം. ആകെ പ്രശ്നം തോന്നണേ. അവര് കട്ടക്കേട്ടെ രണ്ടുപേരും ഒരേ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യണേ. കുഞ്ഞാവറ സാറ് പറയുന്നു നല്ല സ്റ്റാർട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്ന. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുലിന് ജയിക്കാൻ എളുപ്പമാണ്. സോ മത്സരത്തിന് മുമ്പ് അർജുനെ മാനസികമായി തളർത്തിയിരിക്കണം. അത് നടക്കും മച്ചാ. യെസ്, ഹിയർ സ്റ്റാർട്സ് ദ കൗണ്ട് ഡൗൺ. ഗുഡ് മോർണിംഗ് സാർ. ഏയ്, എന്താ വെറും മോർണിംഗ്? ഗുഡ് ഇല്ലേ? അതെങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗിന് തുടങ്ങുകയല്ലേ? ഐ ഫോർഗെറ്റ് ഇറ്റ് മാൻ. സീ, ഈ ഡൂക്ലി പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? ഞാനിവിടെയൊക്കെ ഉണ്ടേ. ഞാനും. ആരാവൻ? സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അതിന്റെ അഹങ്കാരം. പങ്കെടുത്ത ഒരൈറ്റത്തിനും അവനിതുവരെ തോറ്റിട്ടില്ല.
നമുക്ക് എന്താണ് പറ്റിയത് കുഞ്ഞവറ? ഇങ്ങനെ ഒരു തിരിച്ചടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സാറ് വിഷമിക്കരുത്. 4-5 ഐറ്റങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. എനിക്കുറപ്പാ നമ്മുടെ കുട്ടികൾ ഗെയിംസിൽ തോക്കില്ല.